ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ടർ ഈറ്റിംഗ് ഡേ ആണ്. അപ്പോൾ ഒരു വീക്കെൻഡ് സ്പെഷ്യൽ, ഒരു ഫ്രൈഡേ സ്പെഷ്യൽ വാട്ടർ ഈറ്റിംഗ് ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് വിശേഷങ്ങളൊക്കെ സാധാരണ രീതിയിൽ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഡിന്നർ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിരുന്നത് പൂരിയാണ്. അപ്പോൾ പൂരിയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് റോസ്റ്റ്. അപ്പോൾ വളരെ വളരെ ചെറിയ രീതിയിലുള്ള പൂരി, ചെറിയ റൗണ്ടിലുള്ള പൂരിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ എന്നത്തേം പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് പൂരിയും മുട്ടക്കറിയും. നമ്മൾ കൂടുതലായിട്ട് പൂരിയുടെ കൂടെ നമ്മുടെ ഒരു പൊട്ടറ്റോ ബാജി ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സമയത്തായിട്ടാണ് നമ്മൾ പൂരിയുടെ കൂടെ ബീഫ് കറി, ചിക്കൻ കറി, മുട്ടക്കറി ഈ വക ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ പൂരിയുടെ കൂടെ ഏതൊരു കറികളും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിതാ ഫ്രൂട്ട്സായിട്ട് കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ചും കുറച്ച് ഗ്രേപ്സും എടുത്തു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറി. കിച്ചൺ വിശേഷങ്ങളൊന്നും ഒരുപാട് ഷെയർ ചെയ്യുന്നില്ല. കുറച്ച് ചിക്കൻ എന്ത് ചെയ്തു, നമ്മൾ മുളക് പൊടിയും പെപ്പർ പൗഡറും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ചോറിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽ മുളക് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ ഇന്ന് കുറവാണ്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള കറികൾ കുറവുള്ളപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചമ്മന്തിയാണ് നമ്മൾ ചോറിന് വേണ്ടി റെഡിയാക്കാറ്. പിന്നെ ഇന്ന് തോരനായിട്ട് എടുത്തിരിക്കുന്നത് ക്യാബേജ് തോരനാണ്. അപ്പോൾ അത് ഞാൻ കിച്ചണിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കി, ഓരോരോ ഐറ്റംസ് റെഡിയായതനുസരിച്ച് ടേബിളിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മളിതാ പരിപ്പ് കറിയാണ്, ഒഴിച്ച് കറിയായിട്ട് എടുത്തിരിക്കുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഇക്ക കഴിക്കാനുണ്ട്. അപ്പോൾ ഇക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോംബോ ഉണ്ട്. ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഐറ്റം, ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഐറ്റം എന്നല്ല പറയുന്നത്. ഇന്ന് ഇക്ക വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇക്കയുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ ഉണ്ട്. നമ്മുടെ ക്യാബേജ് തോരനും അതുപോലെ തന്നെ പരിപ്പ് കറിയും ചമ്മന്തിയും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിരുന്ന ചമ്മന്തിപ്പൊടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓരോരോ ഐറ്റംസ് നമ്മളിതാ ടേബിളിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വത്തൽമുളക് ചമ്മന്തി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വറ്റൽമുളകും ഒരു ഹാഫ് സവോളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ആവശ്യത്തിന് പുളിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ചാലിച്ച് നമ്മളത് സെർവ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ ഒന്നും കൂടെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലത്തെ കുറച്ച് ചിക്കൻ കറി, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ കറി ചോറിന് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം പൊരിക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഫ്രൈ ആവണം. അതുകൊണ്ട് തന്നെ ചിക്കനും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആവണം. അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണയിൽ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ ചിക്കൻ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ചിക്കനൊക്കെ റെഡിയായി നമ്മളിതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ച്, നമ്മുടെ സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ ഹോംലി ലഞ്ച് ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് ആവശ്യത്തിന് ചോറെടുത്തു. പിന്നെ പരിപ്പ് കറി, കുറച്ച് കൂടുതൽ പരിപ്പ് കറിയുണ്ട്. പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ ചിക്കൻ 1-2 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ട കറികളെല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലേക്ക് വെക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉച്ചയൂണ്. ഈ പരിപ്പ് കറി എന്നൊക്കെ പറയുന്നത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ പരിപ്പ് കറിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വത്തൽമുളക് ചമ്മന്തി ഉണ്ടല്ലോ, വത്തൽമുളക് ചമ്മന്തിയും ഈ ചമ്മന്തിപ്പൊടിയും എന്തെങ്കിലും ഫ്രൈ, ചിക്കൻ ഫ്രൈയോ അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയോ എന്തെങ്കിലും ഒരു ഫ്രൈ, അതുപോലെ തന്നെ ഈ തോരനെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ സാധാരണ ഒരു എഗ് ഓംലെറ്റും കൂടെ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ
കറിയൊക്കെ ആവശ്യത്തിനുള്ളത് കൊണ്ട് നമ്മൾ എഗ്ഗ് ഓംലെറ്റ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി. അപ്പോൾ ചമ്മന്തിപ്പൊടി കുറച്ചും കൂടെ ഞാൻ എടുക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു. ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി എന്നൊക്കെ പറയുന്നത് എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. ഇതൊക്കെ അമ്മച്ചിയുടെ റെസിപ്പീസാണ്. നാട്ടിൽ നിന്ന് അമ്മച്ചി കൊടുത്ത് അയക്കുന്നതാണ്. നമുക്ക് പലതരം പിക്കിൾസ്, അതുപോലെ തന്നെ പലതരം ചമ്മന്തിപ്പൊടി, നമ്മുടെ പിക്കിളൊക്കെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പിക്കിളൊക്കെ തീരുമ്പോൾ നമ്മൾ ബോട്ടിലിൽ വാങ്ങിക്കാറുണ്ട്. അതൊന്നും നമ്മുടെ നാട്ടിൽ നമ്മൾ റെഡിയാക്കുന്ന ആ ഒരു പിക്കിളിൻ്റെ ടേസ്റ്റൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇതെനിക്ക് വേണ്ട ലഞ്ച്, എനിക്ക് വേണ്ട കറികളെല്ലാം ഞാൻ വിളമ്പി. അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റായിരുന്നു പരിപ്പ് കറി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഓവർ സ്പൈസി ആക്കിയില്ല. കാരണം മക്കളൊക്കെ കഴിക്കുമല്ലോ, പരിപ്പ് കറി കൂട്ടി നന്നായിട്ട് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും കൂടെയൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ പരിപ്പ് കറി ഓവർ സ്പൈസി ആക്കിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ചമ്മന്തിപ്പൊടിയും വത്തൽമുളക് ചമ്മന്തിയൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫേവറേറ്റാണ്, അവർക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മൾ വേഫേഴ്സിൻ്റെ സ്റ്റിക്ക്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ വേഫർ സ്റ്റിക്കാണ്. അപ്പോൾ അത് ഞാൻ എനിക്കും മക്കൾക്കും വേണ്ടി എടുത്തു. നമ്മളത് കഴിച്ചു. അതിനുശേഷം നമുക്ക് ഈവനിങ് ഒരു 6:37 അടുപ്പിച്ചായി. ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് ടൈമായി. അപ്പോൾ നമ്മൾ ഇന്ന് വീറ്റ് ബ്രെഡ് എടുത്തതിന് ശേഷം അത് വെച്ചിട്ടാണ് ഒരു സ്നാക്ക് റെഡിയാക്കിയിരിക്കുന്നത്. നമ്മൾ 2-3 മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മുടെ വീറ്റ് ബ്രെഡ് നമ്മൾ കൊക്കനട്ട് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. വളരെ കുറച്ച് കൊക്കനട്ട് ഓയിലിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു. അത് പിന്നെ ഷവർമ, നമുക്ക് ഷവർമ ഇരിപ്പുണ്ടായിരുന്നു. നോർമൽ ഷവർമയും സ്പൈസി ഷവർമയുമായിട്ട് 2 ടൈപ്പ് ഷവർമയും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ചായ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സും അതുപോലെ തന്നെ ചായ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഷവർമയുടെ കൂടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വീറ്റ് ബ്രെഡ് റെസിപ്പി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ടൊമാറ്റോ കെച്ചപ്പ് മുക്കി കഴിക്കാൻ. ഞാൻ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് കെച്ചപ്പ് ഒഴിച്ചത്. ഷവർമയ്ക്ക് ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമുക്ക് കെച്ചപ്പിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ ജ്യൂസി ആയിട്ടുള്ള, ഉള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ജ്യൂസി ആയിട്ടുള്ള ഒരു ഷവർമയാണ്. അതുകൊണ്ട് നമുക്ക് ഷവർമയ്ക്ക് ഒരുപാട് കെച്ചപ്പിൻ്റെ ആവശ്യമില്ല. ആ ഒരു ബ്രെഡ് റെസിപ്പി നമ്മൾ സോസിലൊക്കെ മുക്കി ചൂട് ചായയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ അതിനുശേഷം ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെയൊക്കെ റെഡിയാക്കി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പോട്ട്, ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിലായിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് രാത്രി പോയത്. ഒരു സ്പെഷ്യൽ പാകിസ്ഥാൻ ഡിന്നറാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ അവർ റൈത്തായും അതുപോലെ തന്നെ ജീരകവും ഗ്രീൻ ചില്ലിയും അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ്, മല്ലിയിലയോ പുതിനയിലയോ എന്തൊക്കെയോ ചേർത്തിട്ട് ഒരു സ്റ്റാർട്ടർ തന്നു. വയറിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ബീഫ് പുലാവ്, പാകിസ്ഥാൻ സ്പെഷ്യൽ ബീഫ് പുലാവ് കഴിക്കാനാണ് നമ്മൾ പോയത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് യമ്മി ആയിട്ടുള്ള ബീഫ് പുലാവ് കിട്ടുന്ന സ്പോട്ടാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു കടയുടെ പേരൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പുലാവ്, നമ്മൾ ആ ബീഫ് പുലാവൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മളിതാ റൊട്ടി ഓർഡർ ചെയ്തു. പിന്നീട് നമ്മൾ മട്ടൻ ദാൽ ഗോഷ് ഓർഡർ ചെയ്തു. പിന്നെ വേറെ എന്തോ കടായി ചിക്കൻ, അങ്ങനെ അതാണ് ഞാൻ സൈഡിലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കടായി ചിക്കൻ ഓർഡർ ചെയ്തു. പിന്നെ ഇത് നമ്മുടെ ചപ്ലി കബാബ്, ഇതും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. പിന്നെ അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരു സ്വീറ്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പാകിസ്ഥാനി സ്വീറ്റാണ്, അത് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.